അടിച്ചു പോയി എന്നുള്ള സന്തോഷ വാർത്ത. പൈസ ഇല്ലാത്ത സമയത്ത് ഓരോ പണികൾ വരുന്ന വഴിയേ വീട്ടിലത്തേക്ക് ഒരു സാധനം കൂടി വാങ്ങണം. ഹലോ ഗായ്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മുടെ ഗോപ്രോയുടെ ബാറ്ററിക്ക് എന്തോ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം എൻ്റെ കയ്യിൽ മൊത്തം 2 ബാറ്ററി ഉണ്ട് ഗോപ്രോയ്ക്ക്. അപ്പോൾ അതിൽ ഒരു ബാറ്ററിക്കാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. എനിക്ക് ആ ഒരു ബാറ്ററി ഇട്ടുകൊണ്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കാൻ പറ്റുന്നില്ല. കുറച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അതായത് വീഡിയോ എടുത്തു കഴിഞ്ഞ് 1 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് അത് കാണിക്കും ഫയൽ റിപ്പയറിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഡിസ്പ്ലേ അങ്ങ് ഓഫ് ആവുന്നുണ്ട്. അതിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതെന്തായാലും ഇന്ന് തന്നെ നമുക്ക് പഴവങ്ങാടിയുള്ള ബാബാസ് ഉണ്ടല്ലോ, അവിടെ പോയി കൊണ്ട് കാണിച്ച് നോക്കാം ക്യാമറ. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല ഐഡിയ ഉണ്ട്. പിന്നെ ഗോപ്രോയുടെ സർവീസ് ഒന്നും ഇവിടെ വരുന്നില്ലെന്നാണ് തോന്നുന്നത്. തിരുവനന്തപുരത്ത് ഗോപ്രോ സർവീസ് സെൻറ്റർ ഉണ്ടാകുന്ന കാര്യം എനിക്ക് ഡൗട്ടാണ്. പിന്നെ ഞാൻ ഗോപ്രോ വാങ്ങിച്ചിട്ട് ഏകദേശം 8-9 മാസം കണ്ട് ആവുന്നുള്ളൂ. അതിനിടയ്ക്കാണ് ഈ ഒരു പണി കിട്ടിയിരിക്കുന്നത്. ഗോപ്രോയുടെ ബാറ്ററി എന്ന് പറയുന്നത് കുഞ്ഞ് ബാറ്ററിയാണ്. അതിനകത്താണെങ്കിൽ നമുക്ക് കുറേ നേരം ഒന്നും ചാർജ് നിൽക്കുകയൊന്നുമില്ല. കൂടിപ്പോയി നമുക്ക് 1 മണിക്കൂറിനകത്തൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അയ്യോ, 2 ബാറ്ററി വെച്ചുകൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് കൊണ്ട് കാണിച്ച് നോക്കാം, അവരെന്ത് പറയണമെന്ന് നോക്കട്ടെ ആദ്യം. പിന്നെ എൻ്റെ കയ്യിൽ ഇത് വാങ്ങിച്ചതിൻ്റെ ബില്ല് മാത്രമേ ഉള്ളൂ വാറണ്ടി ആയിട്ട്. സാധാരണ ഇതൊന്നും ഞാൻ സൂക്ഷിക്കാത്തതാണ്, എടുത്ത് കളയുന്നതാണ്. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് എടുത്ത് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നോക്കട്ടെ, വാറണ്ടിയിൽ കവറായാൽ രക്ഷപ്പെട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് പുതിയ ബാറ്ററി വാങ്ങേണ്ടി വരും. നമുക്ക് ബൈക്ക് ഇതിനകത്ത് എവിടെയെങ്കിലും ഒതുക്കി വയ്ക്കാം. അവിടെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ കൊണ്ട് കയറ്റാം. ഇവിടെ ആകുമ്പോൾ തണലുണ്ട്, ബാക്കി എല്ലായിടത്തും വെയിലാണ്. ഗോപ്രോയുടെ ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. അത് അടിച്ചു പോയി എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ. അല്ലാതെ വേറൊന്നു പറയാൻ, പൈസ ഇല്ലാത്ത സമയത്ത് ഓരോ പണികൾ വരുന്ന വഴിയേ ഇനി പുതിയൊരു ബാറ്ററി വാങ്ങണം, അല്ലാതെ രക്ഷയില്ല. കാരണം ഒരു ബാറ്ററി വെച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാറ്ററിക്ക് ഏകദേശം ഒരു 2000-3000 രൂപ വിലയുണ്ട്. അപ്പോൾ അത് ഇനി എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യണം. തൽക്കാലം ഒരു ബാറ്ററി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ബൈക്കിൽ കുറച്ച് പെട്രോൾ അടിക്കാം. അപ്പം കാലിയാണ് കാണിക്കുകയാണ്. പോവാം ഗായ്സ്. അങ്ങനെ പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, വണ്ടി ഹാപ്പി ആയിട്ടുണ്ട്. വീട്ടിലത്തേക്ക് ഒരു സാധനം കൂടി വാങ്ങണം. സാധനം എന്ന് പറയുമ്പോൾ തേങ്ങയും കൂടി ഇനി വാങ്ങിച്ചുകൊണ്ട് വേണം വീട്ടിലോട്ട് പോകാൻ. ഫൈനലി നമ്മളൊരു കടയിൽ എത്തിയിരിക്കുകയാണ് തേങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട്. ഈ തേങ്ങ വേണമായിരുന്നു, 2 കിലോ വേണം. എനിക്ക് തേങ്ങ നോക്കിയെടുക്കാനൊന്നും അറിഞ്ഞൂടാ. കുരുമുന്നുണ്ട്. ഇനി 3 കൂടെ വേണ്ടി വരും? 2. ഓക്കെ, തേങ്ങ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് പോവാം. നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇന്നും പറയുന്നത് പോലെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കണൂടെ നിൽക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ. ബൈ ബൈ.